നമസ്കാരം. ഒരു സ്റ്റോക്കിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ടത് അതിൻ്റെ എൻട്രി ആണോ അതോ എക്സിറ്റ് ആണോ. എൻ്റെ കാഴ്ചപ്പാട് എക്സിറ്റ് ആണ്. ഒരു സ്റ്റോക്ക് എങ്ങനെ സെലക്ട് ചെയ്യാം എന്നതിനെ കുറിച്ചായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞത്. ഞാൻ ഇനി ഇവിടെ പറയാൻ പോകുന്നത് എൻ്റെ മാത്രം കാഴ്ചപ്പാടുകളാണ്. മറ്റു പലർക്കും ഇതിൽ നിന്നും വിഭിന്നമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാവാം. ഇതിൽ ഏത് ശരി ഏത് തെറ്റ് എന്നൊക്കെ നല്ലതുപോലെ ആലോചിച്ചിട്ട് വേണം തീരുമാനമെടുക്കാൻ. എൻ്റെ കാഴ്ചപ്പാടുകൾ മാത്രമാണ് ശരി എന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. അതുകൊണ്ട് തന്നെ ആരോഗ്യപരമായ വിമർശനങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇഫ് മൈ എൻട്രി വാസ് എ മിസ്റ്റേക്ക്, ഡു ദ റൈറ്റ് എക്സിറ്റ് ഇമ്മീഡിയറ്റ്ലി. ദാറ്റ്സ് മൈ പോളിസി. കാരണം എൻ്റെ എൻട്രി അബദ്ധമായിരുന്നെങ്കിൽ ഞാൻ നിൽക്കുന്ന പൊസിഷൻ അത് തെറ്റായിരിക്കും. തെറ്റായ സ്ഥലത്ത് നിൽക്കുന്നത് നഷ്ടങ്ങളായിരിക്കും നൽകുക. അവിടെ തുടരുന്നതിനേക്കാൾ നല്ലത് എത്രയും പെട്ടെന്ന് ഒഴിവാവുന്നതാണ്. എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഒരു എക്സിറ്റ് പോയിന്റും സ്റ്റോപ്പ് ലോസും ഒക്കെ കണ്ടുപിടിക്കേണ്ടത്? ഞാൻ ഉപയോഗിക്കുന്ന രീതി ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞുതരാം. ഞാനൊരു കച്ചവടക്കാരനാണ്. കഴിഞ്ഞ ജനുവരി 1-ാം തീയതി 100 രൂപയ്ക്ക് ഞാനൊരു സാധനം വാങ്ങിച്ചു. 110 രൂപയ്ക്ക് വിൽക്കാനാണ് പ്ലാൻ. ഇത് 110 രൂപയ്ക്ക് വിറ്റു പോയാൽ 10 രൂപ, അതായത് 10% ലാഭം എനിക്ക് കിട്ടും. പക്ഷെ എപ്പോൾ ഈ വസ്തു 110 രൂപയ്ക്ക് വിറ്റു പോകുന്നത് ഡിസംബർ 31-ാം തീയതി ആണെങ്കിലോ 10% വാർഷിക ലാഭം. ഡിസംബർ ആയപ്പോഴേക്കും ഇതിനേക്കാൾ നല്ല വസ്തുക്കൾ വിപണിയിൽ ഇറങ്ങുകയും ഇതിന്റെ വില 90 രൂപയിലേക്ക് താഴുകയുമാണ് ചെയ്യുന്നതെങ്കിലോ നിവൃത്തിയില്ലാതെ ഞാനത് 90 രൂപയ്ക്ക് വിറ്റ് തീർക്കുന്നു. ഇവിടെ എന്റെ നഷ്ടം മറ്റെല്ലാവരും കരുതുന്നത് പോലെ 10 രൂപ മാത്രമല്ല, കുറഞ്ഞത് 7 രൂപ 60 പൈസ പരോക്ഷ നഷ്ടവും ചേർത്ത് 17 രൂപ 60 പൈസ ബ്രോക്കറേജും അതിന്റെ കൂടെ വരും. ഇതൊക്കെയാണ് യഥാർത്ഥ നഷ്ടം. അതായത് 17.6% മുകളിൽ. ഈ 7 രൂപ 60 പൈസ എവിടെ നിന്നും കിട്ടി? അത് ഈ 100 രൂപ ഞാൻ വെറുതെ FD ഇട്ടിരുന്നെങ്കിൽ എനിക്ക് കിട്ടുമായിരുന്ന ലാഭമാണ്. ഇതിനെയാണ് നമ്മൾ ബെഞ്ച് മാർക്ക് എന്ന് വിളിക്കുന്നത്. ഇവിടെ FD ആണ് ബെഞ്ച് മാർക്കായിട്ട് എടുത്തത്. നമ്മൾ എപ്പോഴും ഒരു ലാഭമോ നഷ്ടമോ സ്റ്റോപ്പ് ലോസോ എക്സിറ്റോ ഒക്കെ കണക്കാക്കുമ്പോൾ ഇതുപോലെ ഒരു ബെഞ്ച് മാർക്ക് അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം ഇതെല്ലാം കണക്കാക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ നിക്ഷേപമെല്ലാം വൃഥാവിലായി പോവുകയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് തുടരാം. അപ്പൊ ഞാൻ ഈ പറഞ്ഞ 110 രൂപ വില നോക്കിയിരുന്നപ്പോഴേക്കും തൊട്ടപ്പുറത്തെ കടക്കാരൻ ഇതേ സമയത്ത് മേടിച്ചത് ജനുവരി 30 ആയപ്പോഴേക്കും 106 രൂപയ്ക്ക് അങ്ങ് വിറ്റു. ഫെബ്രുവരിയിൽ അങ്ങേരത് 102 രൂപയ്ക്ക് തിരിച്ചു മേടിച്ച് വീണ്ടും 108 രൂപയ്ക്ക് വിറ്റു. അങ്ങനെ ഡിസംബറിൽ ഞാൻ ഇത് 110 രൂപയ്ക്ക് വിൽക്കുമ്പോഴേക്കും അങ്ങനെ ഒരു 4 പ്രാവശ്യമെങ്കിലും 6 രൂപ വീതം കൂട്ടിയിട്ട് 24 രൂപ ലാഭം ഉണ്ടാക്കി. പക്ഷെ അവസാനം 110 രൂപയ്ക്ക് വാങ്ങിയത് ചെറിയ പണി കിട്ടി. 116 രൂപയ്ക്ക് വിൽക്കണം എന്നുണ്ടായിരുന്നു. എങ്കിലും വില കുറഞ്ഞത് മൂലം പുള്ളി 104 രൂപയ്ക്ക് അങ്ങ് വിറ്റൊഴിവാക്കി. 24 - 6 18 രൂപ പുള്ളിക്ക് ലാഭം. അപ്പോ 18 - 7.6 അതായത് 10 രൂപ 40 പൈസ ഇവിടെ ബെഞ്ച് മാർക്കിനെ അപേക്ഷിച്ച് അധികം കിട്ടിയ ലാഭം. ഞാൻ പറയാതെ തന്നെ മനസ്സിലായി കാണും, ഒന്ന് സ്വിംഗ് ട്രേഡും മറ്റേത് പൊസിഷണൽ ട്രേഡുമാണ്. പക്ഷെ നമ്മുടെ നേരെ എതിരെയുള്ള കടക്കാരൻ പുള്ളി അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. അദ്ദേഹം വിറ്റിട്ടൊന്നുമില്ല. ഒരു 5 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഒരു ദിവസം പുള്ളിയെ കണ്ടിട്ട് അദ്ദേഹത്തിനോട് ചോദിച്ചു, അതാ 100 രൂപയ്ക്ക് മേടിച്ച സാധനമില്ലേ? പുള്ളി പറഞ്ഞു, ഉണ്ട്, ആ കയ്യിലിരിപ്പുണ്ട്. ഒരു 250-300 രൂപ വരെയൊക്കെ അതിന് വില കൂടിയിരുന്നു. ഇപ്പോഴും പക്ഷെ ലാഭത്തിൽ തന്നെയാണ്. ഒരു 120 രൂപ ഇപ്പോൾ നിലവിൽ വിലയുണ്ട് അതിന്. 5 വർഷത്തിന് ശേഷം 20 രൂപ ലാഭം. അപ്പൊ എവിടെയാണ് തെറ്റ് പറ്റിയത്? ആർക്കാണ് തെറ്റ് പറ്റിയത്? ഞാൻ സ്വിംഗ് ട്രേഡ് ആണെങ്കിലും പൊസിഷണൽ ട്രേഡ് ആണെങ്കിലും ലോങ് ടേം ആണെങ്കിലും ബെഞ്ച് മാർക്കിനനുസരിച്ച് മിനിമം സ്റ്റോപ്പ് ലോസ് നിർണ്ണയിക്കുകയും അത് മോഡിഫൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യും. ഏതൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലും 6 മാസത്തിൽ ഒരിക്കലെങ്കിലും സ്റ്റോപ്പ് ലോസ് മോഡിഫൈ ചെയ്ത് കണക്കാക്കും. ജനുവരിയിൽ 100 രൂപയ്ക്ക് വാങ്ങിച്ച സാധനം മാർച്ച് വരെ അതിന്റെ സ്റ്റോപ്പ് ലോസ് 90 രൂപയാണ്. അതിനുശേഷം ഞാൻ
ഒരു 3 രൂപ വർദ്ധിപ്പിക്കും. അതായത് 93. ജൂൺ ആവുമ്പോഴേക്കും അതിൽ 6 രൂപ വർധനവുണ്ടാവും. അതായത് 96 രൂപ. ഡിസംബർ ആകുമ്പോഴേക്കും കുറഞ്ഞത് 112 രൂപയിലായിരിക്കും അതിൻ്റെ സ്റ്റോപ്പ് ലോസ് നിർണ്ണയിക്കുക. അതായത് കുറഞ്ഞത് 12% വാർഷിക റിട്ടേൺ കിട്ടാവുന്ന രീതി. അങ്ങനെയെങ്കിൽ 5 വർഷം ഹോൾഡ് ചെയ്താലും എത്രയായിരിക്കും അതിൻ്റെ സ്റ്റോപ്പ് ലോസ്? അത് കുറഞ്ഞത് 176 രൂപയെങ്കിലും ആവണം. അല്ലാതെ നേരത്തെ പറഞ്ഞ 5 വർഷം ഹോൾഡ് ചെയ്തിട്ട് അതിലൊരു 20 രൂപ ലാഭം എന്ന് പറഞ്ഞാൽ ഈ 5 വർഷം ഹോൾഡ് ചെയ്തതിന് എന്ത് പ്രസക്തി? പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ 176 എന്നത് സ്റ്റോക്ക് പ്രൈസ് തന്നെ ആവണമെന്നില്ല. നമ്മൾ വാങ്ങിയിടുന്ന ഒരു സ്റ്റോക്കിന് ലഭിക്കുന്ന ഡിവിഡൻഡ്, ബോണസ് എല്ലാം കൂടെ ചേർത്തായിരിക്കണം അതിന്റെ മൂല്യം നിർണ്ണയിക്കേണ്ടത്. അതിന്റെ മൂല്യമാണ് നിർണ്ണയിക്കേണ്ടത്. അതായത് ഡിവിഡൻഡ്, ബോണസ് ഒക്കെ കൂടുതൽ കിട്ടുന്ന സ്റ്റോക്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് 176-നേക്കാൾ താഴേക്ക് ഇങ്ങനെ വരും. വർഷം 12 രൂപയുടെ ഡിവിഡൻഡ് കിട്ടുന്ന ഒരു സ്റ്റോക്ക് ആണെങ്കിൽ അതിൽ 90 രൂപ തന്നെയായിരിക്കും സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇങ്ങനെയാണ് ഞാൻ ലോങ് ടേമിലേക്ക് ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി. ബാക്കി കാര്യങ്ങൾ ഇനി അടുത്ത വീഡിയോയിൽ പറയാം.